ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫിഷിംഗ് ആയിട്ട് പോവല്ല, ഇന്ന് പുതിയൊരു ഐറ്റങ്ങൾ പണിയോ, കവണ പണിയോ ഉണ്ടോ. ഈ കവണ ഉണ്ടോ, ഇത് സ്ക്വയർ ട്യൂബിൻ്റെ കവണ ആണ്. ഇതിനകത്ത് നമ്മൾ ഞാൻ പുഴിയൊക്കെ അടിച്ച് കണ്ട് വെച്ചിരിക്കുക, റബ്ബർ ഇടാനുള്ള. എൻ്റെ പണി ഇപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. അതുപോലെ എന്താ സ്റ്റീലിൻ്റെ പൈപ്പാണ് അത് കേട്ടോ, സ്റ്റീലിൻ്റെ മൊത്തം സ്റ്റീലാണ്. അപ്പം സ്റ്റീലിൻ്റെ ഈ പിടിയിട്ടിരിക്കുന്ന സ്റ്റീലിൻ്റെ എന്തോ പൈപ്പിൻ്റെ ഉണ്ട്, സ്ക്വയർ ട്യൂബിൻ്റെ ഉണ്ട്, പിന്നെ അല്ലാതെ രണ്ടെണ്ണം പണിഞ്ഞുകൊണ്ടിരിക്കുക. പണി ഇത്ര ആയതേ ഉള്ളൂ. മൊത്തത്തിൽ 4 എണ്ണം ഉണ്ട്. കാരണം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ഹോളായതുകൊണ്ട് സിംഗിൾ റബ്ബർ ഇട്ടേ മറ്റേനകത്ത് നമുക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ ഇതാകുമ്പോൾ 6mm റബ്ബറും കിടന്നു കഴിഞ്ഞാലും പെട്ടെന്ന് പനലായി പോകത്തില്ല. നമ്മൾ ഊരി മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. അപ്പം ഇതിനകത്ത് ഓടി കിടന്നോളും. അതുകൊണ്ടാണ് ഇത് ഞാൻ പണിഞ്ഞു. ഇത് പറഞ്ഞാൽ എനിക്ക് ഇനി ഇത് മോഡൽ ഒരെണ്ണം എനിക്ക് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ആവശ്യക്കാരെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ. നമ്മൾ പുതിയ മോഡൽ കവണ പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക. അപ്പോൾ അതിൻ്റെ മോഡൽ ഇതാണ് കേട്ടോ. ഉണ്ടോ, ഇതാണ് മോഡൽ. ഇത് സ്റ്റീലാണ് കേട്ടോ, കംപ്ലീറ്റ് സ്റ്റീലാണ്. ആണോ, ഇതാണ്ട് ഈ പൈപ്പിൻ്റെ പിടിയും പണിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പൈപ്പിൻ്റെ പിടി വേണ്ടാത്തവർക്ക് സാധനം അടിപൊളി സാധനമാണ്. ഞാൻ ഇതുപോലെ ഒരു പ്രോയ്ക്ക് പണിഞ്ഞു കൊടുത്തേ. പൈപ്പിൻ്റെ പിടിയിൽ നമ്മൾ പണിയുന്നുണ്ട് കേട്ടോ. പൈപ്പിൻ്റെ പിടിയിൽ മാത്രമല്ല, സ്ക്വയർ ട്യൂബിൻ്റെ ഇതിപ്പോൾ അങ്ങോട്ട് പണി കഴിഞ്ഞതേ ഉള്ളൂ. പണി ഫുള്ള് തീർന്നില്ല, ഇപ്പോൾ ബിൽഡിങ്ങിലാണ്. ഉണ്ടോ, ഈ ഹോള് വേണമെങ്കിൽ അടച്ചു തരാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിരിക്കാം. ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ റബ്ബറൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഒരേന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നോളും. നമുക്ക് ഡാർട്ട് ഇടാൻ പറ്റില്ല. ഡാർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല നീളത്തിൽ നമ്മൾ പണിയേണ്ടി വരും. അപ്പോൾ ഇത്രയും നീളം കിടക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഡാർട്ട് ഇടാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്. ഞാൻ പകുതി കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഉണ്ടായി ഈ സാധനം വരുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര നീളം കേട്ടോ. അതുകൊണ്ട് ഞാനത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്കത് കൈക്ക് ഒതുങ്ങിയത് മാത്രമേ നമ്മൾ പണിയുന്നുണ്ടോ. ഇതാണ് അടിപൊളി. ഇതിപ്പം മൊത്തം 4 എണ്ണം ഉണ്ട്. 4 എണ്ണം പണിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ പണി നമ്മളിപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബിൽഡിങ് കഴിഞ്ഞ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതെന്തായാലും വെച്ച് അടയ്ക്കണം. അപ്പോൾ സാധനം ഇവിടെ ഒന്നും വെട്ടിട്ടിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് റബ്ബർ ഇടാൻ വേണ്ടിയുള്ള വെട്ടിട്ടിട്ടില്ല. ഇവിടെയൊക്കെ വെട്ടിടണം. ഇവിടെയൊക്കെ വെട്ടിടാറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഹാൻഡ് മെയ്ഡ്, ഇത് സ്റ്റീലിൻ്റെ ഡാർട്ടാണ് കേട്ടോ, ഹാൻഡ് മെയ്ഡ്. അപ്പോൾ ഇത് നമ്മുടെ കണ്ട ഒരു വിരലിൻ്റെ നീളമുണ്ട് കേട്ടോ. ഉണ്ടോ, ഒരു വിരലിൻ്റെ നീളമുണ്ട്. ഡീപ്പ് ഡാർട്ടാണ്. അതുപോലെ തന്നെ വരാലിന് കടിക്കാൻ പറ്റിയ ഡാർട്ട് ചെറുതാണ്. ഏറ്റവും ചെറിയ മോഡൽ ഡാർട്ട് അതുണ്ടോ. വരാലിന് കടിക്കാൻ പറ്റിയ ഡാർട്ട് അത് 3 എണ്ണം ഉണ്ട്. ഇത് സ്റ്റീലല്ല കേട്ടോ, ഇത് ഞാൻ ഡെമോ പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. സ്റ്റീലിൻ്റെ നമ്മളിത് വേറെ പണിയുന്നുണ്ട്. സ്റ്റീലിൻ്റെ വേറെ നമ്മൾ പണിഞ്ഞു തരാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഇത് സ്റ്റീലാണ്. ഇത് 4mm, ഇത് 6mm. അപ്പോൾ ഇത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കാനല്ല, ഞാനല്ലാതെ ചുമ്മാ ഒന്ന് പണിഞ്ഞ് നോക്കിയതാണ്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ഉണ്ടോ. ഇത് അത്യാവശ്യം നമുക്ക് കരിമീനെയൊക്കെ അടിക്കാൻ ഉപയോഗിക്കാം. എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ സാധനം ഇട്ടാണ്, ഈ സാധനമല്ല ഇതേ മോഡൽ ഡാർട്ട് ഇട്ടാണ് ഞാൻ മിക്കവാറും ചെമ്പല്ലി, വാഹേന്, കരിമീനെയൊക്കെ ഞാൻ അടിച്ചിട്ടുള്ളത്. കാരണം ഇത് നമ്മൾ നല്ല ഡീപ്പിൽ പോവുകയും ചെയ്യും. ഒരു മിനിമം ഡീപ്പിൽ പോവും. അതുപോലെ തന്നെ ഇത് ഇച്ചിരി കൂടെ ഡീപ്പിൽ പോകുന്നത്. ഇത് പണി തുടങ്ങിയിട്ടില്ല, തുടങ്ങി വരുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വേറെ അത്യാവശ്യം 5-6 മോഡൽ ഡാർട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഡീപ്പിൽ പോകുന്ന സാധനം ഉണ്ടോ. ഇതൊക്കെ ഡീപ്പിൽ പോകുന്ന സാധനമുണ്ട്. ഇത് സ്റ്റീലല്ല, ഇതൊക്കെ ഡീപ്പിൽ പോകുന്നതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. ഞാൻ ഈ ഫോൺ നമ്പർ അതിനകത്ത് പിൻ ചെയ്തിട്ടുണ്ട്.
സ്ക്വയർ ട്യൂബിനകത്തും പണിഞ്ഞു കൊടുക്കാം. അതല്ല സ്ക്വയർ ട്യൂബിൻ്റെ വേണ്ടെങ്കിൽ ഏതാണ്ട് ഇങ്ങനെയുള്ള പൈപ്പിനകത്ത് വല്ലതും വേണമെങ്കിൽ. ഇതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല, ഇത് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പണിഞ്ഞ് അങ്ങോട്ട് മാറ്റുക. അപ്പോൾ ഈ 2 മോഡലാണ് ഇപ്പോൾ പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക, നമ്മളിതിൻ്റെ മോഡൽ പണിഞ്ഞു കൊടുക്കും. പിന്നെ ഇനി 2 എണ്ണം പണിയാൻ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പണിയായുധങ്ങളൊക്കെ കണ്ടുണ്ടോ, ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അളന്നു മുറിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ, അപ്പം നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പർ ഞാനിത് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഓക്കെ. വെട്ടിട്ട് കേട്ടോ ഉണ്ട്, 1 2 3 വെട്ട് റബ്ബർ ഇടാൻ വേണ്ടിയുള്ള വെട്ടിട്ടിട്ടുണ്ട്. അതൊന്ന് പേപ്പർ കൊണ്ടൊന്ന് പിടിച്ചൊന്ന് ആ ഇളവിയിരിക്കുന്ന എല്ലാം ഒന്ന് തട്ടിക്കളയണം. പിന്നെ അത് ഇച്ചിരി പരിപാടിയും കൂടെ കിടപ്പുണ്ട്, വെള്ളിയും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെള്ളി നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്തോളൂ. അപ്പുറത്തൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെറിയ രീതിയിൽ ഉണ്ടാക്കി അടിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ പരിപാടി. അതുപോലെ തന്നെ ഇതിനകത്ത് എയിമിങ് പോയിൻ്റൊക്കെ നോക്കാം കേട്ടോ. അതുകൊണ്ട് ഈ ഭാഗമുണ്ടോ, ഈ മേളത്താണ്ട് ഈ മുന പോലെ ഇരിക്കുന്നത്, ഇത് എയിമിങ് പോയിൻ്റൊക്കെ നോക്കാം. ഇങ്ങനെ ശരിച്ച് വെച്ച് നോക്കാം. എയിമിങ് പോയിൻ്റൊക്കെ പറ്റിയ കവണയത് ഉണ്ടോ, ഈ ഭാഗം ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ഭാഗം നമുക്ക് എയിമിങ് നോക്കാം. ആണോ